ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പുതിയൊരു വിഷയം കുറിച്ച് പഠിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? പ്ലാന്റ് കിങ്ഡത്തില് ആൽഗയെ കുറിച്ച് പഠിച്ചു. ഫംഗസിനെ കുറിച്ച് നമ്മളൊന്നും പഠിക്കത്തില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ മുൻ ചാപ്റ്റർ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഡിവിഷൻ എങ്ങനെയാണ്? ട്രയോഫൈറ്റ്സ്. ഡിവിഷൻ ട്രയോഫൈറ്റ. ഇവ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ ഞാൻ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചെടികൾ നിങ്ങളൊക്കെ കൈവശമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നാട്ടുപുറത്ത് വീട്ടിലൊക്കെ ഉണ്ട്. ഞാൻ പറമ്പിലുള്ള ഫോട്ടോ എടുത്തിട്ട് കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഇത്തരം ചെടികളുടെ പ്രത്യേകത ഇവയ്ക്കൊന്നും കണ്ടക്റ്റീവ് ടിഷ്യൂസ് ഇല്ല, സൈലവും ഫ്ലോയവും ഇല്ല. ആൽഗയെ പോലെയാണ്. അപ്പൊ ഇവ എന്താണ്? നോൺ വാസ്കുലർ പ്ലാന്റ്സ്. മറ്റൊന്ന്, അടുത്ത ചോദ്യം, വാട്ട് ആർ ട്രയോഫൈറ്റ്സ്? രണ്ടാമത്തെ പോയിന്റ്, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിന്റെ ആംഫീബിയനാണ്. അനിമൽസിന് ആംഫീബിയൻ ഉണ്ടാകാനാണ് ഫ്രോഗ്, ഇങ്ങനെയൊക്കെയുള്ള ജന്തുക്കൾ അല്ലെ, തവള. എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതുകൊണ്ടാണ് ആംഫീബിയൻ വിളിക്കുന്നത്. കാരണം കരയിലും വെള്ളത്തിലും ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലെ വായു ശ്വസിക്കാൻ കഴിയണം, വെള്ളത്തിലെ വായു ശ്വസിക്കാൻ കഴിയണം. അങ്ങനെയാണ്. ഇവിടെ നമ്മൾ എന്താണ് ആംഫീബിയൻ വിളിക്കുന്നത്? വെള്ളത്തിലെയും കരയിലെയും വായു ശ്വസിക്കുന്നതുകൊണ്ടല്ല, വെള്ളത്തിലും കരയിലും കാണുന്നത് കൊണ്ടുമല്ല. പലരും പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതും ഇറ്റ് ഈസ് ഫൗണ്ട് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. അങ്ങനെയല്ല, അതല്ല കിട്ടുന്നത്. Because why they are called amphibians? Because they need water to complete their life cycle. അതാണ്. അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വെള്ളം അത്യാവശ്യമാണ്. So that's the point. Why this is called amphibians? കാരണം ഒന്ന്, they need water to complete their life cycle. നമ്മൾ വിചാരിക്കും നമുക്ക് വെള്ളം വേണ്ടത്, അത് വേണം. ഇത് അങ്ങനെയല്ല. ഇവർക്ക് വെള്ളം എസെൻഷ്യലാണ്. നമുക്ക് ജീവിക്കാനാണ് വെള്ളം ആവശ്യമെങ്കിൽ ഇവിടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ജീവിക്കാനല്ല പറഞ്ഞത്. അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് പറഞ്ഞാൽ ഒരു ജീവിയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവ ജനിക്കുന്നു, വലുതാകുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അപ്പോഴാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത തലമുറ ഉണ്ടാകും. അപ്പൊ ആ പ്രക്രിയ, അതായത് റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? വെള്ളം അത്യാവശ്യമാണ്. ബിക്കോസ് they need water to complete their life cycle, means for the water for their reproduction. Sexual reproduction നടക്കണമെങ്കിൽ അവർക്ക് എന്ത് അത്യാവശ്യമാണ്? വാട്ടർ അത്യാവശ്യമാണ്. വെള്ളം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് നടക്കുന്നുള്ളൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് വിളിച്ചത് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ്. ഓക്കെ, നമുക്കൊരു ചെടിയെ പരിചയപ്പെടും. ഈ രണ്ട് പോയി ഓർക്കുക. നിങ്ങളെ ഈ കയ്യാലെ വളർന്നിരിക്കുന്ന ചെടികൾ കണ്ടുണ്ടായിരിക്കുക. ഇതാണ് ഇങ്ങനെ ചെടി കണ്ടുണ്ടായിരിക്കുന്നത്. നിങ്ങൾ തലവെട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. തലവെട്ടി എന്ന് പറയും. കാരണം ഇതിങ്ങനെ എടുത്ത വെട്ടി രണ്ട് ഉണ്ടകൾ ചേർന്ന് കൊരുത്ത് പിടിച്ച് പൊട്ടിച്ച് കഴിക്കാറുണ്ട്. ഇപ്പൊ ഈ മഴ പരുവത്തിൽ നിങ്ങൾ പറമ്പിലൊക്കെ നോക്കിയത് കാണാം. ഇതിങ്ങനെ കാണാം. ഇപ്പൊ ഈ പ്ലാന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ആദ്യം നിങ്ങൾ കാണുന്നതിൽ കാണുന്നത് ഇത്രയും കാണുന്നത്. പടത്തിൽ നിന്ന് കാണുന്നത് ഇത്രയും കാണുന്നത്. ഈ പടത്തിൽ ഇതിന് ശരിക്കും പറയുന്ന പേര് മോസ് അഥവാ ഫ്യൂണേറിയ എന്നാണ്. പ്ലാന്റ് മോസ് അഥവാ ഫ്യൂണേറിയ. ഇതിന്റെ പ്രത്യേകം പറയാണ്, ഇതിന്റെ സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. കണ്ട സ്റ്റെം, റൂട്ട്, ഇത് ലീഫ്. പക്ഷെ ഇതൊരിക്കലും ട്രൂ സ്റ്റെമും ട്രൂ റൂട്ടും ട്രൂ ലീഫും അല്ല. കാരണം എന്താ അറിയാമോ? ഒരു റൂട്ടിനെ ട്രൂ എന്ന് വിളിക്കണമെങ്കിൽ, സ്റ്റെമ്മിനെ സ്റ്റെം എന്ന് വിളിക്കണം, ലീഫിനെ ലീഫ് എന്ന് വിളിക്കണമെങ്കിൽ ഇത് രണ്ടും വേണം. എന്താണ്? സൈലോ ഫ്ലോയോ. ഇതുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ട്രൂ അല്ലാത്ത ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് അല്ലെങ്കിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് വിളിക്കുക. ഒരിക്കലും ട്രൂ റൂട്ട് എന്ന് വിളിക്കരുത്. പിന്നെ റൂട്ട് പോലെ ഇരിക്കുന്ന കാര്യം അടയാളപ്പെടുത്തി പുസ്തകത്തിനകത്ത്. പക്ഷെ അങ്ങനെയല്ല. ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, റൂട്ടിന് ഇതിന്റെ റൂട്ടാണ് വേറെ റൈസോയിഡ് എന്നാണ്. റൈസോയിഡ് ബിക്കോസ് there is no xylem and phloem. ഇനി ഇതിനകത്തുള്ള പ്രത്യേകത അറിയാമോ? ഇതൊരു ഗ്രോത്ത് എത്തുമ്പോൾ ഇതിനകത്ത് സെക്സ് ഓർഗൻസ് ഉണ്ടാവും. ഇതിനകത്തുള്ള മെയിൻ സെക്സ് ഓർഗന്റെ പടമാണ്. ഇതാണ് മെയിൻ സെക്സ് ഓർഗൻ. ഇതിന്റെ പേര് ആന്ത്രിഡിയം എന്നാണ്. Its name is Antheridium. So it's a male sex organ is called Antheridium. ഈ ആന്തരികത്തിനകത്ത് എന്ത് പറയുമോ? ഇത് മെച്ചൂരിറ്റി എത്തുമ്പോൾ ഇതിങ്ങനെ പൊട്ടിയിട്ട് ഒരു പദം പോലെ പുറത്തേക്കും കാണാൻ വളരെ ചെറുതാണ്. ഇതിനകത്ത് ഒരു മെയിൽ ഗാമറ്റ് കാണും. ഈ മെയിൽ ഗാമറ്റ് പേരാണ് ആന്തറോസോയിഡ്. ആന്തറോസോയിഡ് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ രണ്ട് കൊമ്പ് കാണും, രണ്ട് സീഡിയെ കാണും, രണ്ട് ഫ്ലാജല്ല അല്ലെങ്കിൽ സീഡിയുള്ള ഇത് വെള്ളത്തിലൂടെ ചലിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും. ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിരിക്കും
This is a female sex organ. ഇന്നത്തെ എഴുതുകയാണ്. ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേര് ആർട്ടിഗോണിയ എന്നാണ്. ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേര് ആർട്ടിഗോണിയ. അപ്പോ എന്തായിരുന്നു നേരം പറഞ്ഞത്? Why they are called amphibians of land in the because they need water to convey their life cycle. How their female sex organ is called Artigonia, male sex organ is called Amblyia. ഞാൻ ചിഹ്നം ഇടുകയാണ്. From Amblyia they are produced so many androzoids or male gametes. It is biflagellated അഥവാ biciliated. രണ്ട് സീലികളാണ്. സ്വാഭാവികമായിട്ടും ഇവയ്ക്ക് വെള്ളത്തിലൂടെ നീന്തി അപ്പൊ ഇതെന്താ സഞ്ചരിക്കുന്ന വെള്ളത്തിലൂടെ നീന്തി ഇതിനകത്ത് ഇറങ്ങിയിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും അല്ലെ. എഗ്ഗുമായിട്ട് ഫ്യൂസ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. അതൊരു മെയിൽ ഗാമേറ്റ് ആണ്. ആന്ത്രോസോയിഡ് ഈസ് കോൾഡ് മെയിൽ ഗാമേറ്റ്. അപ്പൊ ഈ വെള്ളത്തിലൂടെ നീന്തിയാലുള്ള വരാനൊക്കെ മനസ്സിലായില്ലേ? വെള്ളം അത്യാവശ്യം വെള്ളം ഇല്ലെങ്കിൽ നടക്കുമോ? വെള്ളം ഇല്ലായെങ്കിൽ ആന്ത്രോസോയിഡിനകത്ത് ആന്ത്രോസോയിഡ് ഉണ്ടാവും, ആർട്ടിഗോണിയ എഗ്ഗും കാണും. പക്ഷെ ഒരിക്കലും എന്ത് നടക്കില്ല? ഫ്യൂഷൻ നടക്കും. അതാണ് മഴക്കാലത്തിന് ശേഷമാണ് ഇതിനകത്ത് സെക്ഷൽ പ്രശ്നം ഈ സംഭവങ്ങൾ നടക്കുന്നത്. അങ്ങനെ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ സൈഗോട്ടിൽ നിന്നാണ് പിന്നീട് ഈ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. മനസ്സിലായി? അപ്പൊ ഇതിന് എന്ത് അത്യാവശ്യമാണ്? പിന്നീട് വാട്ടർ കൺട്രീ why these bryophytes are called amphibians of land in the because they need water to complete their life cycle. They have male sex organ called Amblyia, which produces male gamete called androzoid. It is a biciliated or biflagellated structure. It is seen through water and reach at the female sex organ called Artigonia, and it contains egg. By the fusion, they produce zygote, and zygote will develop into androzoid. So, water is needed for sexual reproduction. ഇതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലതവണ നിർത്തി പഠിക്കണം. ഞാൻ വീണ്ടും വായിക്കാണ്. ഇനി പുസ്തകത്തിൽ പല തരത്തിലേക്ക് പോകാം. ഇത് എവിടെ കാണുന്നതാണ്? പ്രസന്റ് അറ്റ് ദ ഡാംപ് ആൻഡ് ഹ്യൂമിഡ് ഷെയ്ഡ് പ്ലേസ്. നിങ്ങൾ കാണണമെങ്കിൽ നനഞ്ഞ പിന്നീട് ഹ്യൂമിഡിറ്റി ഉള്ള അന്തരീക്ഷം, ധാരാളം ജലാംഗങ്ങൾ കെട്ടിക്കിടക്കുന്ന, പിന്നീട് ചപ്പൻ ചോറ് അഴുകുന്ന പ്രദേശത്തേക്ക് കാണുന്നത്. പാറപ്പുറത്തും ഒന്നും കാണുന്നില്ല. പൊതുവെ നനവുള്ള ഭാഗത്തേക്ക് വളർത്തുന്നത് കണ്ടേ? മോസ്റ്റ് പ്ലാന്റ് വളരുന്ന കണ്ടിട്ടുണ്ട്. ചൂടുകട്ട പുറത്ത് കുറിച്ചിരിക്കുന്ന, കയ്യാല പുറത്ത് കുറിച്ചിരിക്കും. അങ്ങനെയുള്ള ഭാഗത്തേക്ക് കാണത്തുള്ളൂ, നനവുള്ള ഭാഗത്ത് പിടിക്കുന്നു. അടുത്തത് ഇവയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ബ്രയോഫൈറ്റ്സ് ആ ക്ലാസ് കണ്ടിട്ടു. ഒന്ന് ലിവർ ബേഡ്സ്, മറ്റൊന്ന് മോസസ്. ലിവർ ബേഡ്സ് ഒന്ന് മോസസ് കാരണം ലിവർ ബേഡ്സ് എന്നോ മണ്ണിൽ പറ്റി പിടിച്ചിരിക്കുന്ന വളരെ പ്രോസ്ട്രേറ്റ് എന്നാണ്. പ്രോസ്ട്രേറ്റ് ബ്രയോഫൈറ്റ്സ് ആർ കാൾഡ് ലിവർ ബേഡ്സ് ആൻഡ് ഡയറക്റ്റ് ബ്രയോഫൈറ്റ്സ് ആർ കാൾഡ് മോസസ്. നിങ്ങൾ ഈ പടത്തിൽ കാണുന്നത് നോക്കി മണ്ണിലോട്ട് പറ്റി പിടിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ മണ്ണിലോട്ട് പറ്റി പിടിച്ചിരിക്കും. അത് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇതിനെ റിസിയ എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോ പടത്തിൽ ഇട്ടിരിക്കുന്നത് റിസിയ ആണ്, പക്ഷെ പഠിക്കാനില്ല. ഇത് മണ്ണിലോട്ട് പറ്റി പിടിച്ച പേപ്പറിലേക്ക് ചട്ടി ചേർന്നിരിക്കും. അതേസമയം മോസസ് ആണെങ്കിൽ മണ്ണിന് വേർന്നിരിക്കും, ഡയറക്റ്റ് ആയിട്ട്. മറ്റേ ചേർന്നിരിക്കും. ഇങ്ങനെ ഇപ്പോ ഒരു പേപ്പർ തറയിലിട്ടാണെങ്കിൽ തറയിൽ ചേർന്നിരിക്കും അല്ലെ. പേപ്പർ കുഴൽ വരെ കുത്തി നിർത്തിയാലും അത് പൊങ്ങിയിരിക്കും. ഇതുപോലെയാണ്. അപ്പൊ മണ്ണിനോട് ചേർന്നിരിക്കുന്ന ബ്രയോഫൈറ്റുകൾക്കാണ് ലിവർ ബേഡ്സ് എന്ന്, മണ്ണ് വേർതിരിക്കുന്നവരൊക്കെയാണ് മോസസ്. ലിവർ ബേഡ്സിന് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. ഒന്ന് റിസിയ, മറ്റൊന്ന് മർക്കാൻഷ്യ. റിസിയയും മർക്കാൻഷ്യ. മോസസിന് എക്സാമ്പിൾ പഠിക്കാൻ നേരത്തെ വരച്ചതാണ്. ഒന്നാണ് ഫ്യൂണേറിയ, പോളിട്രിക്കം, സ്പാഗ്നം. ഇതെല്ലാം തന്നെ മോസസിന് എക്സാമ്പിൾ ആണ്. പുസ്തകത്തിലുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ ലിവർ ബേഡ്സിന് എക്സാമ്പിൾ റിസിയ, മർക്കാൻഷ്യയും, മോസസിന് എക്സാമ്പിൾ ഫ്യൂണേറിയ, പോളിട്രിക്കം, സ്പാഗ്നം. ഇതാണ് ഓരോ സ്വീറ്റായിട്ട് പഠിക്കും. ഇനി ഇവയുടെ പൊതുവെ ഞാൻ പറഞ്ഞു ഇവയെല്ലാം തന്നെ എന്താണ്? ഈ മണ്ണിനോട് ചേർന്നിരിക്കുന്ന ഈ ഭാഗം എന്താണ്? താലോയിഡാണ്. ലിവർ ബേഡ്സ് എല്ലാം തന്നെ താലോയിഡാണ്. റൂട്ട് സ്റ്റെം ലീഫ് എന്നൊക്കെ പറയാനുള്ള അതേസമയം മോസസിനാണെങ്കിൽ അല്പം ഇറക്കായാലും റൂട്ട് സ്റ്റെം ലീഫ് വ്യത്യാസം. അപ്പൊ നിങ്ങൾ എഴുതി വെച്ച് ചോദിച്ചേക്കാം, വാട്ട് ആർ താലോയിഡ് ബ്രയോഫൈറ്റ ലിവർ ബേഡ്സ്, വാട്ട് ആർ ദ പ്രോസ്റ്റേറ്റ് ബ്രയോഫൈറ്റ ലിവർ ബേഡ്സ്.
What are erect bryophyta? Mosses. In which group polytrichum comes? Mosses. Which group sphagnum comes? The mosses. Which group Markantia comes? That is liverworts. മനസ്സിലായല്ലോ? ഇപ്പോൾ പറഞ്ഞ എന്താണ്? പ്രൊയക്റ്റുകളെ രണ്ടായി തരംതിരിക്കാം. ലിവർവേഴ്സ് എന്നും മോസസ് എന്നും. ലിവർവേഴ്സ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ പറ്റിപ്പിടിച്ച് വളരുന്നവയാണ്. കണ്ട് പ്രോസ്ട്രേറ്റ്. അത് നമ്മുടെ താരോട് പോകുന്നില്ല. കാരണം അവർക്ക് റൂട്ട് സ്റ്റെം ലീഫുള്ള വ്യത്യാസമില്ല. എക്സാമ്പിൾ ഫിസി ആൻഡ് മർക്കാൻഷ്യ. മറ്റൊന്ന് മോസസ് എന്ന വിഭാഗത്തിലുള്ളവ ഇറക്റ്റ് ബ്രയോഫൈറ്റുകളാണ്. അവയ്ക്ക് എക്സാമ്പിൾ ഫിനേലിയ, പോളിട്രിക്കസ്, സ്പാഗ്നം എന്നിവയാണ്. ഇതിൽ ഏതിനാണ് റൂട്ട് സ്റ്റെം ലീഫ് എന്നുള്ള വ്യത്യാസം ഉള്ളത്? മോസസ്. പക്ഷേ അത് ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം, ട്രൂ ലീഫ് ആണോ? അല്ല. കാരണം അതിനകത്ത് സൈലോഫ്ലോയോ ഇല്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ബ്രയോഫൈറ്റുകൾ ആരാണ്? നോൺ വാസ്കുലർ പ്ലാന്റുകളാണ്. ശരിയല്ലേ? നോൺ വാസ്കുലർ അഥവാ നോൺ കണ്ടക്റ്റീവ് ടിഷ്യൂ പ്രസന്റ് പ്ലാന്റ്സ്. ഏതൊക്കെയാണ് കണ്ടക്റ്റീവ് ടിഷ്യൂസ് അഥവാ വാസ്കുലർ ടിഷ്യൂസ്? സൈലോവും ഫ്ലോയും. മനസ്സിലായല്ലോ? നമുക്ക് ആദ്യം ലിവർവേഴ്സിനെ കുറിച്ച് പഠിക്കാം. ലിവർവേഴ്സിന് എക്സാമ്പിൾ ആണ് ഒന്ന് റിസിയം. മണ്ണിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് പൂക്കളം പോലെ. ഇതിൽ ഒരു കഷ്ണം ഞാൻ മാറ്റി ഒരു പണി നടുക്കുടി ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ കടിയിൽ എന്താണ് എനിക്ക് അതിന്റെ വേരുകൾ കാണാം. കാണാം റൈസോളസ്. ഇപ്പം മുറിഞ്ഞു മാറിയെന്ന് വെച്ചു, പുതിയൊരു പ്ലാന്റാണ്. ഓരോ പ്ലാന്റാവും. അപ്പൊ വെജിറ്റേറ്റീവ് ആയി എങ്ങനെ മൾട്ടിപ്ലൈ ബൈ ഫ്രാഗ്മെന്റേഷൻ അല്ലേ? വെജിറ്റേറ്റീവ് ആയി എങ്ങനെ മൾട്ടിപ്ലൈ ഫ്രാഗ്മെന്റേഷൻ റിസിയെ കുറിച്ചിട്ടുണ്ട്. ഇത് പുസ്തകത്തിലില്ല. ഞാൻ പരിചയമുള്ള ചെടിയായതുകൊണ്ട് വീട്ടുകളിലുള്ള ചെടിയായതുകൊണ്ട് പരിചയപ്പെട്ടു. പുസ്തകത്തിൽ അപ്പൊ ഇതിന്റെ താലസ് എന്താ? താലസാണ്. താലസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? റൂട്ട് സ്റ്റെം ലീഫ് എന്നുള്ള വ്യത്യാസമില്ല. മണ്ണിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. അതുകൊണ്ട് എവിടേക്കാണ് താലസ്, താലോയിഡ് അല്ലെ? റൂട്ടിൽ എന്താണ്? റൈസോഡ്. എന്താണ് റൈസോഡ് എന്ന് വെച്ചത്? അത് യൂണിസെല്ലാർ ആണ്. ഒന്നിൽ മാത്രമല്ല സൈലം ഫ്ലോയൊന്നുമില്ല. അതുകൊണ്ട് റൂട്ട് അല്ല. അതാണ് റൈസോയിഡ്സ്. അടുത്ത പഠിക്കാൻ മർക്കാൻഷ്യ. മർക്കാൻഷ്യ ഇതുപോലെ തന്നെയാണ്. പക്ഷെ തിരിച്ചറിയാൻ കൊമ്പുകൾ പോലെ അത് ഞാൻ കുറിച്ച് മർക്കാൻഷ്യ. ഒരു ഭാഗം മാറ്റി വരികയാണ് സിമിലൈറ്റിസ്. പക്ഷെ എന്തിനാണ് പുസ്തകത്തിൽ ആ പടം അതുപോലെ തന്നെ വരയ്ക്കുകയാണെങ്കിൽ കാണുന്നൊക്കെ അവിടെ പുസ്തകം എടുത്തത്. ഇങ്ങനെ കാണും. ചിലപ്പോ വേറെ ഇങ്ങനെയായിരിക്കാം. രണ്ടിനുണ്ടത് റൈസോയിഡ്സ് ആണ്. ഇത് താലസ്. ഇതിനകത്ത് നമുക്ക് എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആർക്കിഗോണിയം കാണും. അങ്ങനെയാണെങ്കിൽ ഈ തണ്ടത്തിൽ ഇത് ഫീമെയിൽ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് മെയിൽ. അപ്പൊ ഇത് തണ്ടടിക്കാണ് ആർക്കിഗോണിയോ ഫോർ. തണ്ടെന്നാണ്. ഇതിനകത്ത് ആർക്കിഗോണിയ ഉണ്ട്. ഇവിടെ അത് ഇരിക്കുന്ന തണ്ടിനാണ് ആർക്കിഗോണിയ ഫോർ എന്നൊക്കെ തണ്ട് അതിന്റെ സ്റ്റെം. ഇതിനകത്ത് ആന്തരികമുള്ളത് എന്താണ്? ആന്തരിയോ ഫോർ ആണ്. ആർക്കിഗോണിയ ഫോറും ആന്തരിയോ ഫോർ രണ്ടും ഒരുപോലെ ആയിരിക്കും. പുസ്തകത്തിൽ നോക്കി അറിയാം, ഒരേ പടമാണ്. കമ്പ്യൂട്ടറിന്റെ കട്ട് പേസ്റ്റ് ആണ്. പക്ഷെ ഈ വ്യത്യാസം മാത്രം. അപ്പൊ സൂര്യകാന്തി പൂ പോലെ ഇരിക്കുകയാണെങ്കിൽ ആ തണ്ടിന് ആർക്കിഗോണിയ ഫോർ എന്ന് അത് ഫീമെയിൽ ആയിരിക്കും. പൊട്ടിയ മുട്ട പോലെ ഓംലെറ്റ് ഇട്ട് നമ്മൾ പൊട്ട പൊട്ടിച്ച് പാത്രം ഒഴിക്കുന്നില്ല, പച്ചമുട്ട അതുപോലെ ഇരിക്കുകയാണെങ്കിൽ അത് ആന്തരിക അടങ്ങിയ സ്ട്രക്ചറാണ്. അതിന്റെ തണ്ടിനെ ആന്തരിയോ ഫോർ എന്ന് മനസ്സിലായല്ലോ? ഇതാണ് അതിന്റെ സോ ദിസ് സ്ട്രക്ചർ. ഇതാരാണ്? മർക്കാൻഷ്യ. അപ്പോ ഇത് വിട്ടതെന്ന് വെച്ചാൽ ഇപ്പൊ മർക്കാൻഷ്യ ഇവിടെ വെച്ച് മുറിഞ്ഞെന്ന് വെച്ചോളൂ. മർക്കാൻഷ്യ ഇവിടെ വെച്ചാൽ മുറിഞ്ഞാൽ ഇതൊരു പുതിയ മർക്കാൻഷ്യ മനസ്സിലായി? സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് മർക്കാൻഷ്യ. ഇതിന്റെ താലസ് ആണ്. ഇത് ശരീരത്തിന്റെ റൂട്ട് സ്റ്റെം വ്യത്യാസമല്ല. താലസ് മനസ്സിലായില്ല? അപ്പൊ മർക്കാൻഷ്യ ദിസ് എ ലിവർവേഴ്സ്.
How can you identify Mercantia rosea? There are certain erector structures called Archegonia 4 and Archegonia 4. But it is a prostate one. So with a certain horn-like structure. In Archegonia, in female Mercantia, there will be Archegonia 4, and in male Mercantia, there will be Archegonia 4. അപ്പോൾ ഇനി ഈ വീഡിയോ റീപ്രൊഡക്ഷൻ ഇപ്പൊ വരച്ചോണെ കൈയുടെ വരച്ചോണെ പുസ്തകമുള്ളതാണ്. റീപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞു ഇത് മുറിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ ശരിയാവുന്ന ഫ്രാഗ്മെന്റേഷൻ. എന്തൊരു പ്രശ്നം അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മുറിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രത്യേക സ്പോർ മൂലം മൾട്ടിപ്ലൈ ആണെങ്കിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും. ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. എവിടെയാണ് മോസ് ഐ മീൻ ഫംഗസ് പഠിക്കുന്നത്. അപ്പോൾ വൺ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബ്രയോഫൈറ്റ ഈസ് ഫ്രാഗ്മെന്റേഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇറ്റ് ഓൺലി ഒക്കർ ബൈ ഫ്രാഗ്മെന്റേഷൻ. അല്ലാതെ ബഡ്ഡിംഗ് ഫിഷൻ ഒന്നുമില്ല, ഓൺലി ഫ്രാഗ്മെന്റേഷൻ. ഇനി എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള ഈ മർക്കാൻഷിക്കകത്ത് ചില കപ്പുകൾ പോലെ ഒരു കപ്പ് വേറൊരു കപ്പ് ഇങ്ങനെ ചില കപ്പുകൾ ഫോം ചെയ്യാം. ചെറിയ കപ്പുകൾ പോലെ ഈ കപ്പുകൾ വിളിക്കാൻ പേര് ജമ്മേ കപ്പ്, ജമ്മ കപ്പ്. ഇതെല്ലാം മർക്കാൻഷിക്കാവുന്നതാണ്. മനസ്സിലായി? ജമ്മ കപ്പ്. ഈ കപ്പിനകത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കപ്പ് പുറത്തേക്ക് എടുക്കാൻ നോക്കാം. If taking a cup out, this is a cup. I'm not taking. Ajamma. അത് കീറുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു പ്രത്യേക സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറാണ് ജമ്മ. ജമ്മ. അപ്പൊ ജമ്മ കപ്പിനകത്ത് എന്തുണ്ട്? ജമ്മ ഉണ്ടാണ്. ജമ്മയുടെ തലപ്പായ ജമ്മ കപ്പിനകത്ത് എന്തുണ്ട്? ജമ്മയാണ്. ഇനി മഴ പെയ്യാന്ന് വെച്ചു ശക്തമായി വെള്ളം ഇതിനകത്ത് വീഴുമ്പോഴത്തേക്ക് ജമ്മ ഇത് തെറിച്ച മോശം ഒരു ജമ്മ കപ്പുണ്ട്. പതി അവിടെ കിടന്ന് അഴുകിയതിനു ശേഷം ഇതിന്റെ വശത്ത് നിന്ന് ഓരോ മർക്കാൻഷൻ ഇങ്ങനെ തിരിച്ചു വരും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ജമ്മ കപ്പ അങ്ങ് അഴുകി പോകും. രണ്ട് മർക്കാൻഷൻ ഉണ്ടാകും. സോ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇതെന്താ പ്രശ്നമാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ജമ്മ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ജമ്മ വഴിയാണ്. മനസ്സിലായി? അപ്പോൾ another type of reproduction is called asexual reproduction occurs by gemma. What are gemma? Gemma are certain asexual bud developed inside a cup like structure called gemma cup. Inside, we should use what are gemma and what are gemma cup. Gemma and gemma cup are the they are certain asexual bud developed in certain cup like structure called gemma cup. That is very important. Asexual bud is doing. ജമ്മ എന്ന് പറയുന്നത് എന്ത് റീപ്രൊഡക്ഷൻ ആണോ? വെജിറ്റേറ്റീവ് ആണോ, സെക്ഷൽ ആണോ, എസെക്ഷൽ ആണോ? ഇതിലേക്ക് ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്നല്ല, അല്ല, ഇത് പ്രത്യേക സ്ട്രക്ചർ ആണ് അല്ലേ? സോ ഇറ്റ് ഇസ് എൻ എസെക്ഷൽ ബഡ് ഡെവലപ്ഡ് ഫ്രം എ കപ്പ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് ജമ്മ കപ്പ്. ഇൻ സർട്ടൻ പ്ലാന്റ്സിലേക്ക് മർക്കാൻഷ്യ എന്നുള്ള സ്ഥിതിക്കകത്ത് ഉണ്ടാകുന്ന ഒരു എസെക്ഷൽ ബഡാണ് ജമ്മ കപ്പ്. സ്ഥിര പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഭംഗിയായിട്ട് പഠിച്ചത്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് യൂണിവേഴ്സിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ. അടുത്ത് നിൽക്കുന്നതാണ് മോസസ്. ഇതെല്ലാം വരച്ചോണെ, ദൂരെ വരച്ചോണം. ഇതൊന്നും പുസ്തകത്തിൽ പടമൊന്നുമില്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ള രണ്ടുതരം റീപ്രൊഡക്ഷനെ കുറിച്ചും പറഞ്ഞു. ഇവയ്ക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഇവയ്ക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാനില്ല, അതുകൊണ്ട് അടുത്ത് പറയാം. പക്ഷെ അടുത്തതിനകത്ത് സെക്ഷൽ കൂടുതൽ പഠിക്കാം. ഇവയ്ക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ബൈ ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ആണ്. അത് നമുക്ക് പറഞ്ഞേക്കാം. റീപ്രൊഡ്യൂസ് സെക്ഷൻ വെജിറ്റേറ്റീവ് ഫ്രാഗ്മെന്റേഷൻ. Asexual gemma, sexual reproduction by fusion of gametes. അത് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്തു. എന്നിട്ട് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് പിന്നെ മറ്റൊരു സ്ട്രക്ചറായി മാറും. അതിനെ സ്പോറോഫൈറ്റ് എന്നാണ്. സൈഗോട്ട് എന്തായി മാറും? സ്പോറോഫൈറ്റ് ആയി. ഒരു കാര്യം ഓർത്തോളൂ, ഈ ലിവർവേഴ്സ് മോസ് എല്ലാം തന്നെ ഗ്യാമറ്റോഫൈറ്റുകളാണ്. ഈ ലിവർവേഴ്സ് മോസുകളെല്ലാം തന്നെ പ്രധാന പ്ലാന്റ് ഗ്യാമറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ എന്നാണോ എന്നാണോ എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാമറ്റ് ഈ പ്ലാന്റ് നേരിട്ടുണ്ടാകുന്നതിന് നേരിട്ടുണ്ടാക്കുന്ന റിപ്രഡക്ഷന് ആവശ്യമുണ്ടാവും. ഓർഗനിസംസ് ആൾറെഡി
ഹാപ്ലോയിഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആവശ്യമില്ല, പ്രൊഡക്ഷൻ ഡിവിഷൻ ആവശ്യമില്ല. അങ്ങനെ രണ്ട് ഗ്യാപ്പിൽ ചെന്ന സൈഗോട്ട് എന്തായിരിക്കും, 2n ആയിരിക്കും. ആൻഡ് 2n നിന്നുണ്ടായ സെക്ടറാണ് സ്പോറോഫൈറ്റ്സ്. സ്പോറോഫൈറ്റ് ഉണ്ടാകും. സ്പോറോഫൈറ്റിൽ നിന്നും പ്രൊഡക്ഷൻ ഡിവിഷൻ നടന്ന് ഈ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ബൈ പ്രൊഡക്ഷൻ ഡിവിഷൻ പുതിയ ഓർഗനിസം ഉണ്ടായിരിക്കും, പുതിയ മർക്കാൻഷം ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കാൻ കാര്യങ്ങൾ പഠിക്കാൻ ഇത്ര മാത്രം ഓർത്താൽ മതി. By sexual reproduction, male and female gamete fuses to produce zygote and zygote develop into sporophytes. Okay. കാരണം വിശദമായ സെക്സ്വൽ റിപ്രൊഡക്ഷൻ അടുത്തടുത്ത് പഠിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്നാണെന്ന് പറയാം. യൂറോബേർഡ്സ്, ഐ മീൻ ബ്രയോഫൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് into യൂറോബേർഡ്സ് ആൻഡ് മോസസ്. വാട്ട് ആർ യൂറോബേർഡ്സ്? They are prostrate bryophytes. മണ്ണിൽ പടർന്നു പിടിക്കുക. They are oppressed to the surface എന്നാണ്, soil. മണ്ണോട് ചേർന്ന് വളരുക. സപ്രസ്ഡ് അല്ലെങ്കിൽ അപ്രസ്ഡ്, മണ്ണിൽ ചേർന്ന് വളരുക നടത്തുക. They are suppressed to the soil or oppressed to the soil. Then there are two examples, Moses and Macrantia. Since they do not have root system differentiation, they are thallus-like ആണ്, താലോയിഡ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൽ മക്കാൻഷ്യക്കകത്ത് ചില സ്ട്രക്ചേഴ്സ് പൊങ്ങി വരാറുണ്ട്. അതിന്റെ പേരാണ് ആംബ്ലിയോഫോറും ആർക്കിഗോണിയോഫോറും. ഫീമെയിൽ ആണെങ്കിൽ ആർക്കിഗോണിയോഫോറും, മെയിൽ ആണെങ്കിൽ ആംബ്ലിയോഫോറുമാണ്. കണ്ട തിരിച്ചറിഞ്ഞെന്ന് നോക്കണം. സൂര്യകാന്തി പോലെ ഇരിക്കുകയാണെങ്കിൽ ആർക്കിഗോണിയോഫോറും, പൊട്ടിയ പച്ചമുട്ട പോലെ ഇരിക്കുകയാണെങ്കിൽ ആംബ്ലിയോഫോറുമാണ്. പരീക്ഷയ്ക്ക് ഇതിൽ ഒരെണ്ണം തരുന്നത് കൺഫ്യൂഷൻ വരും. രണ്ടെണ്ണം തന്നിട്ട് സംശയം തരത്തില്ല, പക്ഷെ ഒരെണ്ണം പരീക്ഷ എടുക്കും. അപ്പോൾ കൺഫ്യൂഷൻ വരും. പിന്നെ അവരുടെ സെക്സ് റീപ്രഷൻ എങ്ങനെ വെജിറ്റേറിയൻ റീപ്രഷൻ ആണെന്ന് പറഞ്ഞു. ബൈ ഫ്രാഗ്മെന്റേഷൻ. സെക്സ് റീപ്രഷൻ ബൈ ഫോർമേറ്റ് സെവൻ കപ്പിലേക്ക് സ്ട്രക്ചർ കാട്ടി ജമ്മ കപ്പ്. ജമ്മ കപ്പിൽ ജമ്മ എന്ന സ്ട്രക്ചർ ഉണ്ടാവും. ജമ്മ എന്ന് പറയുന്നത് എസെൻഷ്യൽ ബഡുകളാണ്, എസെൻഷ്യൽ റീപ്രഡക്റ്റീവ് ബഡുകളാണ്. അതുപോലെ പിന്നെ കപ്പിലേക്ക് സ്ട്രക്ചർ കാട്ട് ജമ്മ കപ്പ്. സെക്സ് റീപ്രഷൻ ബൈ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസിംഗ് സൈഗോട്ട്. സൈഗോട്ട് ഡെവലപ്പ് ഇൻടു സ്പോറോഫൈറ്റ്സ്. അടുത്തത് വളരെ ഡീറ്റെയിൽ പഠിക്കും. അടുത്ത ഏതാണ്? യൂറോബേർഡ്സ് പഠിച്ചു. അടുത്തത് മോസസ്. മോസസ് ആരാണ്? മോസസ് എറക്റ്റ് ബ്രയോഫൈറ്റ്സ്. ഉയർന്നു വളരുന്ന ബ്രയോഫൈറ്റുകളാണ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒന്ന് ഫിനേറിയ, പോളിക്രിക്കം, സ്പാഗ്നം. ഇത് മൂന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫിനേറിയൽ ഡീറ്റെയിൽസ് പഠിക്കുക. മനസ്സിലാക്കണം, ഇവയെല്ലാം തന്നെ ഗ്യാമറ്റോഫൈറ്റുകളാണ്. All these are gametophytes. ഗ്യാമറ്റോഫൈറ്റുകൾ എന്നാൽ ഗ്യാമറ്റോഫൈറ്റുകൾ ആകലി their bodies unpaired ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാണ് ഗ്യാമറ്റേറ്റ് പറഞ്ഞ് ഞാൻ വീണ്ടും പറയാം. ഇത് ഗ്യാമറ്റോഫൈറ്റാണ്. സ്റ്റെം, ടു സ്റ്റെം അല്ല. ലീഫ്, ടു ലീഫ് അല്ല. റൂട്ട്സ്, റൂട്ടല്ല. ബിക്കോസ് നമുക്ക് എന്തില്ല, സൈലോഫ്ലോയോ ഇല്ല. നേരത്തെ പറഞ്ഞ വീണ്ടും പറയാണ്. ഇതിനകത്ത് പിന്നീട് മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാകുന്നവരാണ് ആന്തരിയ. ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാകുന്നവരാണ് ആർക്കിഗോണിയ. ആന്തര്യത്തിൽ നിന്നും ആന്ത്രോസോയിഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ പുറത്തേക്ക് ഉണ്ടാവും. ആർക്കിഗോണിയക്കകത്ത് ഇതുണ്ട്, എഗ് ഇരിപ്പുണ്ട്. ദിസ് ഇസ് ആർക്കിഗോണിയ. എന്നുള്ളത് നേരത്തെ എഴുതിയിട്ടില്ലെങ്കിൽ വരച്ചോളൂ. ദിസ് ഇസ് ആന്തരിയ. ഇത് വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ നീന്തി ഇതുമായിട്ടൊന്ന് ഫ്യൂസ് ചെയ്യും, ഇതുകൂടെ ഫ്യൂസ് ചെയ്യും. ഉണ്ടാകുന്ന സൈഗോട്ടാണ്. അപ്പൊ ഇത് എന്നാണ്, എഗ്ഗും എന്നാണ്. രണ്ടും ചേർന്ന സൈഗോട്ട് 2n ആണ്. വെള്ളം ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആംബിലിയൻ പ്ലാനിങ് വരും. ഇത്രയും മനസ്സിലായിട്ട് പറഞ്ഞു. എന്റെ ചോദ്യം, ഈ സൈഗോട്ട് എവിടെ ഇരിക്കും? സൈഗോട്ട് ചലിക്കത്തില്ലല്ലോ, അതിരിക്കുന്ന ആർക്കിഗോണിയല്ലേ. അപ്പൊ സൈഗോട്ട് ഇരിക്കുന്നപ്പോ ആർക്കിഗോണിയത്തിരിക്കണം. ടേസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ആർക്കിഗോണിയത്തിലുള്ള സൈഗോട്ടായിരിക്കും. അപ്പൊ ഈ സൈഗോട്ട് അടങ്ങിയ ആർക്കിഗോണി ഇവിടാണ് ഇരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സൈഗോട്ട് അവിടെ നിന്നോട്ട് ഡിവൈഡ് ചെയ്യും. സൈഗോട്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ മൈറ്റോട്ടിക് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ന്യൂസസ് അല്ല. അപ്പോൾ അതിൽ നിന്ന് സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ മാറ്റി വരികയാണ്. ഇത് മൊത്തം ഗ്യാമറ്റോഫൈറ്റ് ആണ്.
N. ഇത് ലീഫ്, സ്റ്റെം, റൂട്ട്സ്. റൂട്ടൊന്നും വലിയതില്ല, ഞാൻ പറഞ്ഞ റൈസോയിഡ് എന്നാ വിളിക്കും. ഇപ്പൊ അതിൽ നിന്ന് ഫെർട്ടിലൈസർ സൈക്കോട്ട് ഈ സ്ട്രക്ചർ ഉണ്ടായി. അത് സ്പോറോഫൈറ്റ് ആണ്, ബിക്കോസ് അത് ട്യൂബിയൻ സൈക്കോട്ടിലാണ്. സ്പോറോഫൈറ്റ് അത് ട്യൂബിയൻ ആണ്. അത് 3 ഭാഗങ്ങളാണ്. ഈ ഉണ്ട കണ്ടിട്ടാണ് ക്യാപ്സ്യൂൾ, ഈ കണ്ടിട്ടാണ് സീറ്റ, ചേരുന്ന ഭാഗമാണ് ഫുഡ്. ഈ പടം കൊടുത്ത് ലേബൽ ചെയ്യാൻ പറയും. ഗ്യാമറ്റിന്റെ 3 ഭാഗങ്ങൾ ലീഫ്, സ്റ്റെം, റൂട്ട് അഥവാ റൈസോയിഡ്. സ്പോറോഫൈറ്റ് അഥവാ ട്യൂബിയൻ അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ. മനസ്സിലായാലും അപ്പൊ ഈ സ്ട്രക്ചർ ഉണ്ടാകുന്നത് ഈ സ്ട്രക്ചറിന്റെ സെക്ഷൽ റിപ്രൊഡക്ഷന് ശേഷമാണ്. നിന്ന് മനസ്സിലാക്കുന്ന ഒരു ചെടിയാണ്, 2 ചെടിയാണ്. 2 പ്ലാന്റ് ആണ്. അമ്മയുടെ വയറ്റിൽ കുഞ്ഞെന്ന പോലെ ഈ ചെടി, ഈ സ്പോറോഫൈറ്റ് ഗ്യാമറ്റ് പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കും. ഗ്യാമറ്റ് ഫൈറ്റിന് പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുക. ഓക്കെ, ദിസ് ഇസ് 2 പ്ലാന്റ്. ഒരു പ്ലാന്റ് പുറത്ത് മറ്റൊരു പ്ലാന്റ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് സ്പോറോഫൈറ്റ് ഇസ് ലീഡിങ് എ പാരസൈറ്റിക് ലൈഫ് ഓൺ ഗ്യാമറ്റ് ഫൈറ്റ്. അങ്ങനല്ലേ. സാധാരണ സ്പോറോഫൈറ്റ് റൂട്ടൊക്കെ വെച്ച് വേറെ വളർന്ന് നിൽക്കേണ്ട ചെടിയാണ്. പക്ഷെ അത് ഈ ഗ്യാമറ്റ് ഫൈറ്റ് നല്ല പിടിച്ചതുകൊണ്ട് ഇതിൽ നിന്ന് ഫുഡെല്ലാം എടുത്ത് ജീവിക്കുക ചെയ്യുന്നത് അല്ലേ. കാരണം ഇത്ര ഭാഗം ഇന്ന് ഇത്ര ഭാഗം ഇവനുമാണ്. ഈ ചെടി പുറത്ത് പറ്റിപ്പിടിച്ച് ഫുഡ് എടുത്ത് മാറ്റി ജീവിക്കല്ലേ. റേഡിയോയ്ക്കും സ്പോറോഫൈറ്റ് ഓഫ് ഫിനേറിയ ഈസ് എ പാരസൈറ്റ്. ഡിസ്കസ് വേണം. സ്പോറോഫൈറ്റ് ഓഫ് ഫിനേറിയ ഈസ് എ പാരസൈറ്റിക് ലീഡിംഗ് പാരസൈറ്റിക് ലൈഫ് ഓഫ് ഗ്യാമറ്റ് ഫൈറ്റ്. സെപ്പറേറ്റ് പ്ലാന്റ്. ഇത് വേറെ പ്ലാന്റ് ആണ്, സെപ്പറേറ്റ് പ്ലാന്റ് ആണ്. അത് ആരെങ്കിലും ഒട്ടുപിടിച്ച് ജീവിക്കുന്നു. ഈ ഗ്യാമറ്റ് ഫൈറ്റിന്റെ പുറത്ത് മറ്റൊരു പ്ലാന്റ് ആയിട്ട് ലീഡ് ചെയ്താണ് മനസ്സിലായില്ലേ. ഇതെല്ലാം മനസ്സിലാക്കിക്കോണം. വീണ്ടും ഞാൻ പറയുന്നത് വലിച്ചെടുത്തോണം. ശരിക്കുള്ള പ്ലാന്റ് ഇതാണ്. ഇതെങ്ങനെ ഉണ്ടായാൽ നമുക്ക് പഠിക്കാം, കൃത്യമായി പഠിക്കാം. ഈ പ്ലാന്റ് ഉണ്ടാകുന്നു. അതിനകത്ത് സെക്സ് ഓർഗൻസ് ഉണ്ട്, ആന്തരിക. അതിനകത്ത് സെക്സ് മെയിൽ ഗ്യാമറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് ആന്ത്രോസോയിഡ്. ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടായിരുന്ന ആർട്ടിമോണിയ. അതിനകത്ത് ഒരു ഫീമെയിൽ ഗ്യാമറ്റ് ആണ് ചെയ്യുന്നത്. അത് എന്നാണ് ആന്ത്രോസോയിഡ് തന്നെയാണ്. വെള്ളമുണ്ടെങ്കിൽ മാത്രമേ അത് ഫീസ് ചെയ്തു. അതുകൊണ്ടാണ് അവർ വിളിച്ചത് ആംഫീബിയൻ പ്ലാന്റ്. വെള്ളത്തിന്റെ സാധനം ഫീസ് ചെയ്ത് സൈക്കോട്ട് ഉണ്ടാകുന്നു. സൈക്കോട്ട് ഉപയോഗിക്കുന്ന ആർട്ടിമോണിക്കുള്ളിൽ തന്നെയാണ്, അതായത് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അത് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ സ്ട്രക്ചർ ഉണ്ടാകും. ആ സ്ട്രക്ചറിന്റെ പേര് സ്പോറോഫൈറ്റ് എന്നാണ്. ഇവിടെ നടക്കുന്ന വിഷയം മിയോസിസ് അല്ല, മൈറ്റോസിസ് ആണ്. പുതിയ സ്ട്രക്ചറിൽ നിന്നും പുതിയ സ്ട്രക്ചർ തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ഈ സ്പോറോഫൈറ്റ് 3 ഭാഗങ്ങളാണ്: ക്യാപ്സൂൾ, ഫുഡ് ആൻഡ് സീറ്റ. ചോദിക്കും, വാട്ട് ഈസ് അറ്റാച്ച്മെന്റ് ഓർഗൻ ഓഫ് സ്പോറോഫൈറ്റ് ഇൻ ഗ്യാമറ്റോഫൈറ്റ്? ഗ്യാമറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന സ്പോറോഫൈറ്റിന്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണ്. വാട്ട് ഇസ് സ്റ്റോക്ക് ഓഫ് സ്പോറോഫൈറ്റ്? സീറ്റ. വാട്ട് ഇസ് ദ ഫെർട്ടൈൽ പാർട്ട് ഓഫ് സ്പോറോഫൈറ്റ്? ക്യാപ്സ്യൂൾ. എന്തായാലും പറഞ്ഞു. ഈ ക്യാപ്സ്യൂളിനകത്ത് സ്പോർ മാത്രം സെല്ലുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. 2N അത് റിഡക്ഷൻ ഡിവിഷൻ വിധേയമാകും. ഇപ്പൊ എന്തുണ്ടാവും? സ്പോർട്സ് ഉണ്ടാകും. സ്പോർട്സിൽ എന്തായിരിക്കും? എന്തായിരിക്കും? ഹാപ്ലോയിഡായിരിക്കും. മനസ്സിലായി? നിങ്ങൾ ഓർക്കണം, ഈ ക്യാപ്സ്യൂൾ ഒരു സാധനം പൊട്ടിയിട്ട് സ്പോർ ഇങ്ങനെ മറന്നു പോകും കാറ്റത്ത്. ആ സ്പോറുകളെല്ലാം എന്നാണോ ട്യൂനാണോ? N. കാരണം അത് ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് നടന്നു? പ്രൊഡക്ഷൻ ഡിവിഷൻ നടന്നു. അങ്ങനെയുള്ള സ്പോറുകൾ ഇങ്ങനെ പറന്നുടത്തിൽ ചെന്ന് വീഴുമ്പോൾ ഒരു സ്പോറാണ്. ഇത് പറന്ന് മണ്ണിൽ വന്ന് വീണാൽ അവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങളുള്ള സ്ഥലത്താണ്. ഇതേപോലെ റൂട്ടൊക്കെ കാണും. ഇവിടെയാണ് പ്രൈമറി പ്രോട്ടോണിമ. പ്രൈമറി പ്രോട്ടോണിമ ഹാപ്ലോസ്പോർ ഫോളോഡ് സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റം. ഇവിടെ വീഴുന്നുണ്ടായിരിക്കും, പക്ഷെ വിളിക്കത്തില്ല. ഇവിടെ വീണാലും വിളിക്കത്തുള്ളൂ. ജലവും ലവണങ്ങളും കൂടെ നനവുള്ള ഭാഗത്തുള്ള ജെർമിനേറ്റ് ചെയ്തൊരു ഇലോങ്ങേറ്റഡ് ബ്രാഞ്ചഡ് മൾട്ടി സെല്ലുലാർ ഗ്രീൻ സ്ട്രക്ചർ വിൽ ബി ഡെവലപ്ഡ് വിത്ത് സോ മെനി റൈസോയിഡ്സ്. ഉണ്ട്, റൈസോയിഡുകളുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ വിളിക്കുകയാണ് എന്ത്? പ്രൈമറി പ്രോട്ടോണിമ. വാട്ട് ആർ പ്രൈമറി പ്രോട്ടോണിമ? When spore of Funaria fall on a suitable substratum, it will develop into elongated multicellular branched green autotrophic. സ്വന്തമായ ഭക്ഷണം നിർമ്മിക്കാനാണ് പച്ചറുണ്ട് with rhizoids, and that structure is called primary protodemy. കുറെ കഴിയുമ്പോൾ പ്രൈമറി പ്രോട്ടോഡമി എന്താണെന്ന് അറിയാമോ? ഇവിടെ കഴിയുമ്പോഴത്തേക്കും പ്രൈമറി പ്രോട്ടോഡമി വളർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഞാൻ മുകളിലേക്ക് ഇതേപോലുള്ള സ്ട്രക്ചറുണ്ട്, ലീഫി സ്ട്രക്ചർ ഉണ്ട്.
സെക്കൻഡറി പ്രോട്ടോണിമ. ഇതിനകത്തുള്ള ഓരോ ലീഫി സ്ട്രക്ചറും ഇതായി മാറും. കാര്യം തന്നെയല്ലേ, ഹാപ്ലോയിഡ് സ്പോറല്ല ഒന്ന് വീഴുന്നത്. അപ്പൊ പ്രോട്ടോണിമ ആരാണ്? ഹാപ്ലോയിഡ് ആണ്. അതിൽ കണ്ടാൽ ലീഫി സ്ട്രക്ചറും ഹാപ്ലോയിഡ് ആയിരിക്കും. അത് ഈ ചെടിയായി മാറും. ഇതാണ് എന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആണ്. എന്തായാലും ഈ ഭാഗങ്ങൾ പറയാം. In capsule there are 4 mother cells. They are 2N. Undergo reduction division producing haploid spores. When the spores are liberated, fall on suitable substrate, it will develop into a green, branched, photosynthetic, autotrophic structure with rhizoids. They are called primary proton. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം അത് എഴുതി വെച്ചോണം. Elongated, branched, multicellular, green, photosynthetic, autotrophic with rhizode is called primary protonema. Later, it will develop leafy structures to upper side. It is called secondary protonema. Then that structure will develop into the gamete. This is the juvenile stage. Juvenile stage. Juvenile size of tissue. ഇതാണ് എന്ത്? ഈ protonema is the juvenile stage. JUVANILE. Juvenile. പ്രയോഫൈറ്റുകളുടെ മോസ്റ്റ് ജുവനൈൽ ഫേസ് ഏതാണ്? ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രോട്ടോണമി മെച്ചർ ഫേസ് ആണ്. ഏതാണ്? ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് മെച്ചർ ഫേസ് ആണ്. Leafy stage is the mature phase and the juvenile phase is the primary protonomy. Simply protonomy is marked. Protonomy is a juvenile phase and the leafy stage is a mature phase. Gametophyte is a leafy phase. മനസ്സിലായാലും നിങ്ങൾ പലതവണ നിർത്തി ഇത് കാണാൻ കഴിയും. നിങ്ങൾക്ക് ലൈഫ് സൈക്കിൾ ഇതുപോലെ വരച്ചു വെക്കണം. ലൈഫ് സൈക്കിൾ ഇതുപോലെ വരച്ചു വെക്കണം. സഹായത്തിനായിട്ട് തരാം. ഇത്രയാണ് ഇതിപ്പോ പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഈ പടം ഇതുപോലുള്ള ലേബിൾ പറയും. ഫ്രൂട്ട്, ലീഫ്, സ്റ്റെം, ഫ്രൂട്ട്, സീറ്റ, ക്യാപ്സൂൾ എല്ലാം സ്പോറോഫൈറ്റ്, ഗാമറ്റ് എല്ലാം തന്നെ എഴുതാൻ പറയും. പ്രോട്ടോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി പ്രോട്ടോണമി, സെക്കൻഡറി പ്രോട്ടോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ട്. ഇതിന്റെ വ്യാവസായിക പ്രാധാന്യം, ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? സിംപ്ലി വി ക്യാൻ സേ യൂസസ്. ഇത് യൂസ് എന്ന് പറയുന്നത് ഒന്ന് ഫുഡ്. ഫുഡ് ഓഫ് സോ മെനി അനിമൽസ്. ഈ റെയിൻഡിയർ എന്നൊക്കെ പറയുന്ന ജന്തുക്കളുണ്ട്. ഇതാണ് ജന്തുക്കൾ മോശം റെയിൻഡിയർ. അപ്പോ ദിസ് ഇസ് ഫുഡ് ഓഫ് സോ മെനി അനിമൽസ്. പല ജന്തുക്കളുടെ ഭക്ഷണമാണ് എന്ത്? ഈ പ്രയോഫൈറ്റുകൾ. രണ്ട് സ്പാഗ്നം is used as peat. Peat ആയിട്ട് ഉപയോഗിക്കും. പീറ്റ് എന്ന് വെച്ചാൽ ചകിരി ചോർന്നാണ്. ചകിരി ചോറ് എന്ന് പറയാറില്ല, തൊണ്ട് എല്ലാം കിട്ടുന്ന വേസ്റ്റ് സാധനമാണ്. അത് വെള്ളം ഇങ്ങനെ പിടിച്ച് സ്പോഞ്ച് പോലെ വയ്ക്കും. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും. അതിനാണ് പീറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ചെടിയൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പീറ്റ് എന്ന് പറയാം. അപ്പം ചെടി നടാൻ ഉപയോഗിക്കുന്ന ഈ ചകിരി ചോറ് പോലെയുള്ള ആ സാധനമായിട്ട് ആരും ഉപയോഗിക്കാൻ? സ്പാഗ്നത്തെ ഉപയോഗിക്കാം. കാരണം ഇത് വെള്ളത്തെ ഇങ്ങനെ വലിച്ചു വെച്ചേക്കും. നിങ്ങൾ ഈ ചുടുകട്ടപ്പുറത്തിരിക്കുന്ന മോശങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞിങ്ങനെ ഇരിക്കും. So it is used as peat. ആരാണ് ഉപയോഗിക്കുന്നത്? സ്പാഗ്നം. ഓർക്കുക. മറ്റൊന്നാണ് is used for the shipment of live materials. ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷിപ്മെന്റ് എന്ന് വെച്ചാൽ ഭാഗം മറ്റൊരു കയറ്റി അയക്കുന്നത്. ദൂര രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഷിപ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ഇത് കപ്പലാണ് കടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷിപ്മെന്റ്. ഇപ്പൊ വിമാനത്തിൽ കടത്തിയിട്ടാലും ഞാൻ വിളിക്കുന്നത് ഷിപ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ച് തവളകളെ കയറ്റി അയക്കുന്ന വെച്ചോളൂ. ഒരു കവറ തവളയൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവളെ ചത്തു വെക്കില്ല. അപ്പൊ ആ കൂട്ടിനകത്ത് ആര് വരിടും? ഈ പീറ്റ് അല്ലെങ്കിൽ സ്പാഗ്നം വാരിയിടും. അപ്പൊ അത് ഞാൻ നനച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു നനവാണ്. അല്ലേ? അല്ലെങ്കിൽ കുറച്ച് ചെടികൾ, കുറച്ച് പൂക്കൾ വിദേശത്തേക്ക് കയറ്റി. എനിക്കറിയാവുന്ന ഒരുപാട് പൂക്കളെല്ലാം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ പൂക്കളൊക്കെ കൊണ്ടുവന്ന കവറിനകത്ത് ഇപ്പൊ വിമാനത്തിൽ ഇപ്പൊ കയറ്റാൻ വേണ്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിമാനം പോകുന്നത് 5 മിനിറ്റ് താമസിച്ചായിരിക്കും. അവിടെ എത്തുന്നത് 2 ദിവസം കഴിഞ്ഞായിരിക്കും. ഈ സമയത്ത് വിമാനത്തിൽ പെട്ടി തുറന്ന് വെള്ളം ഒഴിച്ച് നനയ്ക്കാനും ഒക്കത്തില്ല. അപ്പൊ ഈ സ്പോഞ്ച് പോലുള്ള സ്പീറ്റ് അത് വാരി നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിന് പുറത്തേക്ക് പൂക്കൾ വരയ്ക്ക് അടുക്കി വെക്കുക. അപ്പൊ എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി ആ പൂവിനകത്ത് ആ പെട്ടിക്കകത്ത് കാണുകയും പൂക്കൾ വാടാതിരിക്കുകയോ ജന്തുക്കൾ ചാവാതിരിക്കുകയോ ഒക്കെ ചെയ്യും. മനസ്സിലായത്? ഇതിനാണ് ഫോർ ഷിപ്മെന്റ് ഓഫ് ലൈവ് മെറ്റീരിയൽ. ഇതെല്ലാം കഴിയും. അടുത്തത് ഇത് പ്രിവെന്റ് സോയിൽ എറോഷൻ. മണ്ണൊലിപ്പ് പറയും. ശരിയല്ല? കയ്യാലപ്പുറത്തൊക്കെ ധാരാളം മോശം പറയുകയാണെങ്കിൽ മഴവെള്ളം വരുമ്പോഴത്തേക്ക് മണ്ണൊളവും ഇല്ല. സോ ഇറ്റ് പ്രിവെന്റ് സോയിൽ എറോഷൻ. മണ്ണൊലിപ്പ് തടയുന്നു. അത് ഒരു പ്രത്യേക കാര്യം. നല്ല കാര്യമല്ലേ?
പഠിച്ചോണം ഇതിന്റെ സോയിൽ ഇറോഷൻ. അടുത്തത് ഫസ്റ്റ് മെമ്പറിന്റെ റോക്ക് സക്സഷൻ. ഇതെന്താണ് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് മെമ്പർ ദാറ്റ് കം ഇൻ എ റോക്ക് സക്സഷൻ ഇൻ എ റോക്ക്. സക്സഷൻ ഇൻ എ SUCCESSI സക്സഷൻ ഇൻ എ റോക്ക്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് എന്താണ് സക്സഷൻ എന്ന് ആദ്യമേ പറയാം. അപ്പൊ നിങ്ങൾ ഒരു വനം കാണാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ വനമൊക്കെ ഇഷ്ടപ്പെട്ടു കൊള്ളാം, ഭംഗിയുണ്ട്. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ കിട്ടിയത് വാർത്ത കാണുന്നത് വനം തീപിടിച്ച് നശിച്ചു പോയി. ഭയങ്കര വിഷമം. നിങ്ങൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് കുറച്ച് ചാരം മാത്രം അല്ലെങ്കിൽ കത്തി കരിഞ്ഞു പോയി. നിങ്ങൾ വിഷമിച്ച് വീട്ടിൽ വന്നതിന് നിങ്ങൾ 6 മാസം കഴിഞ്ഞായിരിക്കാം അവിടെ പോയി നോക്കാം വനം ഒന്ന് കത്തി തരും. ഇപ്പൊ എന്ത് അവസ്ഥയായിരിക്കും? നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒന്നും മരങ്ങളൊക്കെ കാണുമോ? ഇല്ല. പക്ഷെ മഴയൊക്കെ പെയ്ത് ചാരമെല്ലാം മണ്ണിലേക്ക് താന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്ത് കളിക്കും? പുതിയ പുതിയ ചെടികൾ വിളിച്ചു വരത്തില്ലേ? ആരായിരിക്കും ആദ്യം വിളിച്ചു വരുന്നത്? പുൽച്ചെടികളൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു പാറപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പുൽച്ചെടികൾ വിളിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊരു 2 വർഷം കഴിഞ്ഞാൽ അവിടെ കുറ്റിമരങ്ങൾ അവിടെ കാണും. നിങ്ങൾ 10 വർഷം കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നത് പഴയ പോലെ വനമായി മാറും. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ പല തട്ടുകളായിട്ട് പ്ലാന്റ്സ് റീപ്ലേസ് ചെയ്ത് വരുന്നതിനാണ് സക്സഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സക്സസീവ് റീപ്ലേസ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നാണ്. കമ്മീഷൻ പഠിക്കേണ്ട അടുത്ത വർഷം പഠിക്കാണ്. സക്സഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു പ്രദേശത്തുള്ള ജന്തുക്കളോ ചെടികളോ പോയിട്ട് പുതിയ പുതിയ വർഗ്ഗങ്ങൾ വരുന്ന വിളിക്കുന്നവരാണ് സക്സഷൻ. ഒരു പാറപ്പുറത്തായി നടക്കുന്നെങ്കിലോ സപ്പോസ് നിങ്ങൾ ഒരു മണ്ണൊലിപ്പുണ്ടായിട്ട് ഒരു പ്രദേശത്ത് പാറ പൊങ്ങി വന്നു സങ്കല്പിക്കും. ഒരു ഭൂകമ്പം ഉണ്ടാകും, മണ്ണിനടിയിൽ പാറ പൊങ്ങി വന്നു സങ്കല്പിക്കും. ഈ പാറപ്പുറത്ത് ആദ്യം വന്ന് പിടിക്കുന്നത് എന്ത് കഴിയും? വലിയ മരങ്ങളായിരിക്കും, ചെടികളായിരിക്കും, പുല്ലുകളായിരിക്കും, ഈ മോസ് പോലുള്ള പായലായിരിക്കും, മോസ് പോലുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അതായത് ഒരു പാറയിൽ സക്സഷൻ തുടങ്ങിയാൽ നിങ്ങൾക്കറിയാം, പാറപ്പുറത്ത് ആദ്യം മോസ് വരും. പിന്നെ ഒരു 19 വർഷം കൊണ്ട് അതിന്റെ ഇലയെല്ലാം അഴുകി ചെറിയ ചെറിയ പിന്നീട് മണ്ണ് പോലെ കൊണ്ടാകുമ്പോൾ അതിൽ പുല്ലുകൾ വിളിക്കും അല്ലെ. കുറെ കഴിയുമ്പോൾ ചില ആൽമരം പോലുള്ള മരങ്ങൾ വിത്തോടെ വീട് വെച്ചിട്ട് പാറപ്പുറത്തേക്ക് അത് തുളച്ച് കയറും. അങ്ങനെ ആൽമരത്തിന് പ്രത്യേകമുണ്ട്. കോൺക്രീറ്റിനകത്ത് വളർന്നിട്ടുണ്ടോ ആൽമരം? പാറ പൊടിച്ചു കളയും. കുറെ കഴിഞ്ഞ് 100 വർഷം കൊണ്ട് പാറപ്പുറത്ത് വലിയ വലിയ മരങ്ങൾ വിളിക്കും. അതേപോലെ മുകൾ ഭാഗത്ത് വെച്ച് മണ്ണുണ്ടാവുക അവിടെ മരങ്ങൾ കൂടെ ചെയ്യും. അതുപോലെ അതാണ് സക്സഷൻ. പാറപ്പുറത്തുണ്ടാകുന്ന സക്സഷൻ. അതിനെ നമ്മൾ സീറാർച്ചെന്ന് പഠിക്കും, അടുത്ത വർഷം പഠിക്കും. എന്തായാലും ശരി, ഒരു പാറപ്പുറത്ത് സക്സഷൻ ഉണ്ടായ ആദ്യം വിളിക്കുന്ന പ്ലാന്റ് ആരാണ്? ലിവർവേഴ്സും മോസസ് ഒക്കെ. മനസ്സിലായില്ലേ? വാട്ട് ആർ ദ യൂസസ് ഓഫ് ബയോഫൈറ്റ? സം ആർ യൂസ്ഡ് ഫോർ ഫുഡ് ഓഫ് ഗ്രേസിംഗ് ആനിമൽസ്. സ്പാക്നം ഈസ് യൂസ്ഡ് ആസ് ഫീറ്റ്, ലൈവ് മെറ്റീരിയൽസ്, ഷിപ്മെന്റിന് വേണ്ടി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷിപ്മെന്റ് ഓഫ് ലൈവ് മെറ്റീരിയൽസ് and it is preventing soil erosion. Also, they are the first members that come in a rock succession. So, ഇതുപോലെ കിടപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോയതല്ല, ഓർത്ത് വെച്ചുകൊള്ളുക. നമ്മൾ പറയാം, many biofuels are food of so many grazing animals. Sphagnum, a member of biofuel is used as peat. Peat എന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറാണ്. peat എന്ന് വെച്ചാൽ വിഷയം. Then they are used for the shipment. Shipment എന്ന് വെച്ചാൽ കയറ്റിയിരിക്കുക, live materials. This prevents soil erosion. Also, they are the first member in a rock succession. ഈ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ബാക്കി മനസ്സിലുണ്ടായിരുന്നതാണ്. So these are the points about the. നമുക്ക് അടുത്ത ഗ്രൂപ്പ് പഠിക്കുന്ന ടെറിഡോഫൈറ്റ്. ഓക്കെ.